മണർകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ 21ാമത് വാർഷിക പൊതുയോഗവും ജൈവ കർഷകരെ ആദരിക്കലും കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണത്തിൻ്റെയും വിവിധ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാജമുടി സബ് ഗ്രൂപ്പിൽ നിന്നും മികച്ച ജൈവ കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ജോസഫ് പി എ പൂട്ടപ്പുഴയിൽ ആദരവേറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തോപ്രാംകുടി സബ് ഗ്രൂപ്പിൽ നിന്നും മികച്ച ജൈവ കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ തോമസ് ജോസഫ് കുരിശുംമുട്ടിൽ ആദരവേറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കീഴാറ്റൂർ സബ് ഗ്രൂപ്പിൽ നിന്നും മികച്ച ജൈവ കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ സി ആർ മുത്തുസ്വാമിയെ ആദരവേറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ സേനാപതി സബ് ഗ്രൂപ്പിൽ നിന്നും നമ്മളെ വിട്ട് വരുന്ന ആന്റണി ചേട്ടൻ്റെ എല്ലാവർക്കും കൊടുക്കുന്ന മൊമെന്റ് വാങ്ങുന്നതിനായി അദ്ദേഹത്തിൻ്റെ മകനുള്ള അലൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അലനിനെ ഇതിലേക്ക് ക്ഷണിക്കുന്നു. എഴുകുമ്പായി സബ് ഗ്രൂപ്പിൽ നിന്നും മികച്ച ജൈവ കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ എബ്രഹാം ജോർജ് തോളാനിക്കലിനെ ആദരവേറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശാന്തിഗ്രാം സബ് ഗ്രൂപ്പിൽ നിന്നും മികച്ച ജൈവ കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ കെ ജി വാസുദേവൻ നായർ ആദരവേറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 17 കമ്പനി സബ് ഗ്രൂപ്പിൽ നിന്നും മികച്ച ജൈവ കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ എൽദോസ് ഏലിയാസ് ആദരവേറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപ്പുതോട് സബ് ഗ്രൂപ്പിൽ നിന്നും മികച്ച ജൈവ കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ജോസഫ് ദേവസ്യ വാഴേപ്പറമ്പലിനെ ആദരവേറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പെരുന്തൊട്ടി സബ് ഗ്രൂപ്പിൽ നിന്നും മികച്ച ജൈവ കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ടോണി ചെറിയൻ കിഴക്കേക്കരയെ ആദരവേറ്റുവാങ്ങുന്ന